കമന്റും കൂടി ഉണ്ട്. നൈസ് പിക്ചർ ഡിയർ. ഓക്കെ, താങ്ക് യു. ബേബി പ്ലാനിങ് ഇപ്പൊ ഇല്ല. പിന്നെ പിന്നെ ജിഷ്ണ അത് ചേച്ചിയുടെ മാരേജ് ഒളിച്ചോട്ടമല്ലേ. പിന്നെ വീട്ടുകാർ സ്വീകരിച്ചപ്പോ വീട്ടിൽ നിന്ന് ചേച്ചിക്ക് സ്വർണം എന്തെങ്കിലും തന്നോ? അതെ, ഒളിച്ചോട്ടമാണ്. ഒളിച്ചോട്ടല്ല, ഞങ്ങൾ പകല ഓടിയും രാത്രിയല്ല. ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല. വിൻഷാന്റെ ഫാമിലി ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ ഒളിച്ചോടാന്ന് പറയാ അല്ലേ? അതെ, ഒളിച്ചോട് പറഞ്ഞ രാത്രി ആരും കാണാണ്ട് മറ്റേ രണ്ടാളും മാത്രം പോണെന്നാണ് ഒളിച്ചോട് പറയാ. അങ്ങനെയല്ല കേട്ടോ. വിൻഷാന്റെ ഫാമിലി ഉണ്ടായിരുന്നു, കാമ്പസായിട്ട് ഫാമിലി കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. വിൻഷാന്റെ ഫാമിലി ഒക്കെ വന്നിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത്. പിന്നെ ഗോൾഡ് അവളെ വീട്ടുകാരെ കൊടുത്തിരുന്നു, തന്നിരുന്നൂടാണ്. 10-20 പവനോളം എനിക്ക് മാത്രമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പാദസരായിട്ടും സെക്കൻഡ് മാലയായിട്ടും അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ വിൻഷാട്ടിന് കഴിച്ചു തന്നിട്ടുണ്ട്, മോതിരം തന്നിട്ടുണ്ട്. പിന്നെ തേജു ഉണ്ടായിട്ട് തേജുവിനും വേണ്ടത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗോൾഡൊക്കെ നമുക്ക് യൂസ് ചെയ്യണതിന്റെ അനുസരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു 25 പൗണ്ട് എടുത്ത് തന്നിട്ടുണ്ടാവും, കണക്ക് പ്രകാരം പറയാച്ച. പിന്നെ രഞ്ജിനി ചോദിച്ചിട്ടുണ്ട് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, ഫേവറേറ്റ് പ്ലേസ്. ദൈവം തന്നെയല്ലേ, സൂര്യോട് ഒരു വരം ചോദിച്ചാൽ എന്തു പറയും? ഫേവറേറ്റ് പ്ലേസ് ഞാൻ പറയാം, ബീച്ച് ഡാം. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് വീടായത് തന്നെയാണല്ലേ. ഫസ്റ്റ് തേജ് ഉണ്ടായതുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൊണ്ടും ഇപ്പൊ നമുക്ക് വീടായതാണ് ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ഒരു ലൈഫില് ഒരു വീട്, അതാണ് എല്ലാവർക്കും വീടാണല്ലോ മെയിന്. അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. വീട് കുറച്ചിപ്പോ ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. മീൻസ് അങ്ങനല്ല, വീട് അതാണ് മെയിൻ. പൈസ വേണം ജീവിക്കാൻ. പിന്നെ കുട്ടി വേണം, അതല്ലേ പറഞ്ഞത്. ഓൾറെഡി കുട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടായതാണ് കേട്ടോ. പിന്നെ ദൈവം എന്നോട് ഇപ്പൊ വരാൻ ചോദിച്ചപ്പോ എന്താ പറയുക, ഞാൻ പറയും ലോണ് വീട്ടാളോ പൈസ ചോദിക്കും. ഫസ്റ്റ് അതാ ചോദിക്കുക. സമാനത്തോടെ ജീവിക്കാൻ പറ്റിയ ലോണ് വീടിയാൽ തന്നെ സമാധാനമായി. നമുക്ക് പണിയെടുക്കാനുള്ള ഒരു ഇതുണ്ടായാൽ മതി, കാലാകാലം അത്രേ ഉള്ളൂ. ലോണ് വീടിയ സമാധാനം. എന്നെ സംബന്ധിച്ച് ലോണ് വീടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമാണ്. ലോണ് വീടുന്ന വരെ കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആരെയും പറയണത് ലോണിന്റെ കാര്യം വിൻഷാറിനെ ലോണിന്റെ കാര്യം പറഞ്ഞാൽ ഇതാണ്, ഒരാളാണ് ഇതൊക്കെ അടയ്ക്കണല്ലോ. നമുക്ക് ജോലിയുടെ ആയാലും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ആരെങ്കിലും ഒരു കസ്റ്റമേഴ്സ് പറഞ്ഞ കംപ്ലൈന്റ് ചെയ്താൽ പോലും നമുക്ക് ജോലിനെ ബാധിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്ത് ഉണ്ടായിക്കോട്ടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, നമുക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോവുള്ളൂ. സൈഡിൽ കൂടെ എന്ത് കിട്ടിയാലും ജോലിയും വേണം. അപ്പൊ അത് കേട്ടോ, എനിക്കിപ്പോ അതാണ് ഒരു വരാൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, എങ്ങനെയും കുറച്ച് ഓണൊക്കെ അടയ്ക്കാനുള്ള ഒരു ഇത്. പിന്നെ ക്യാഷ് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കേട്ടോ, വലിയത്തോരില്ലല്ലോ ക്യാഷിനല്ല എല്ലാവരും ഒട്ടപ്പാച്ചില്. അടുത്തത് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട്, അത് ഗ്രീൻ വേൾഡ് കേട്ടോ, നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ചോദിക്കാനൊന്നുമില്ല, ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഒരുമിച്ചുണ്ടാവണം. ഈ സപ്പോർട്ട് എപ്പോഴും വേണം. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആയാലും ഒക്കെ ഉണ്ട്. പറഞ്ഞ കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അനാമിക, തേജു ഏത് ക്ലാസ്സിലാണ് വെച്ച് ക്ലാസ് ചോദിച്ചിട്ടുണ്ട്. തേജു LKG-ലാട്ടാ. പിന്നെ 3 പേരുടെ ഏജ്, വീട് എവിടെയാ, ലവ് മാരേജ് ആണോ, ചേട്ടൻ ജോബ്, എത്രാമത്തെ ഏജിലാണ് മാരേജ് കഴിഞ്ഞത്? അതിലിപ്പോ ഒരുവിധമൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ LKG ആണ്, ഇനി UKG ആവും. 3 പേരുടെ ഏജ് പറഞ്ഞാൽ ഇവൾക്ക് 25, ഇപ്പോഴത്തെ 25, 31, അവന് 4.5. വീട് നമ്മൾ പാലക്കാട്, വീട് പാലക്കാട് പട്ടാമ്പി ചാത്തന്നൂര്. പിന്നെ ലവ് മാരേജ് ആണോ വെച്ചാൽ ആണ്. ചേട്ടന്റെ ജോബ്, അച്ഛന്റെ ജോബ് കോട്ടയ്ക്ക് മഹീന്ദ്രയിലാണ്, ഇപ്പോ ബജാജിലായിരുന്നു. ഇതെന്താ എത്രാമത്തെ ഏജിലാണ് മാരേജ്? 19-25 കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ബേബി പ്ലാൻ ഇപ്പൊ ഇല്ല കേട്ടോ എന്തായാലും. ഇനി ഫിജി കാർഡ് ചെയ്തിരുന്നില്ലേ? പിന്നെ എന്താ നിങ്ങൾ എല്ലാവരും അത് നിർത്താൻ കാരണം? ഉടായിപ്പ് ആയതുകൊണ്ടാണ്. ഫിജി കാർഡ് ഉടായിപ്പൊന്നല്ല, അത്യാവശ്യം ഹാർഡ് വർക്ക് ആയി ചെയ്യുകയാണെങ്കിൽ ഫിജി കാർഡിൽ ഒന്ന് പോവാം. ഞാന് ഫിജി കാർഡിൽ ഞാനും പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 വർഷം ഞാൻ 1.5 വർഷം ഞാൻ ഫിജി കാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണില്ലോ ഒന്നാമത്തെ കാര്യം. പ്രൊമോട്ട് ചെയ്യില്ല, വർക്കിന് ഉറക്കെ നടക്കുള്ളൂ, കാരണം അതിന്റെ പിന്നാലെ തൂങ്ങി നിൽക്കണം, അതാണ് സംഭവം. നന്നായി വർക്ക് ചെയ്യണം. പിന്നെ ഞാൻ ആ ടൈമിൽ പഠിക്കാൻ പോയിരുന്നു, അപ്പൊ എനിക്ക് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു ലീഡർഷിപ്പിലേക്ക് വന്നു ഞാൻ, അപ്പൊ എൻ്റെ അടിയിലെ ടീംസിനും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ നിങ്ങളുടെ ഏജ് എത്രയാ? 2 പേരുടെയും മാരേജ് കഴിഞ്ഞത് എത്രയായി? 2 പേരുടെയും വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ വീട് എവിടെയാണ്? അതിൽ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ പറയാനുള്ളത് 2 പേരുടെയും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ്. എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു അനിയത്തിയും മാത്രമേ ഉള്ളൂ.
ഇൻഷാന്റെ വീട്ടില് അച്ഛണ്ട്, അമ്മണ്ട്, അനിയത്തിയുണ്ട്, ഏട്ടണ്ട്, അമ്മമ്മ. അതില് ഏട്ടന്റെയും കഴിഞ്ഞു, ഏട്ടന് 2 കുട്ടികളുണ്ട്, അനിയത്തിക്ക് 1 കുട്ടിയുണ്ട്, അമ്മമ്മേനൊക്കെ പറഞ്ഞു കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ വീട് ഇപ്പൊ പട്ടാമ്പി പാലക്കാട് കേട്ടാ. ഹെയർ അതായത് കല്ലൂസ ഹെയർ സ്മൂത്തനിങ് എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യോ? അത് ചെയ്യാൻ നോക്കാം. ശ്രീലക്ഷ്മി, ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ വീഡിയോസിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. 2 പേരുടെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്, 2 പേരുടെയും ഏജ്, നിങ്ങളുടെ ഡ്രീം പ്ലേസ്, ചേച്ചിയുടെ ഫേവറേറ്റ് യൂട്യൂബർ അല്ലേ, സ്ഥിരം പ്രേക്ഷകയാണ്, താങ്ക് യു. ഇതുപോലെ തന്നെ പോവാട്ടോ. പിന്നെ 2 പേരുടെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ് എന്താ വെച്ചാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല, പക്കയായിട്ട് ഇവിടെ ചെയ്യും. പിന്നെ അത് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം സെറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വേറെ ഒന്നും വേണ്ട, അവൾക്ക് ജസ്റ്റ് നിന്നോടുത്താൽ മതി, ഒന്ന് ഹാപ്പി ആയിട്ട് നിന്നോടുത്താൽ മതി, വേറെ പ്രശ്നമല്ലേ. ഞാൻ ചോറിനോട്ടിരുന്ന അവൾക്ക് പ്രശ്നമാണ്, ചോറിനോട്ടിരിക്കാൻ പാടില്ല. ഈ പറയുന്ന നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശോകങ്ങൾ പറയില്ലേ. ഒന്നാമത് എനിക്ക് അയ്യോ വെയ്യ ആ സംഭവം എനിക്ക് തീരെ പിടിക്കില്ല. ആ സംഭവം എനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മള് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോ അയ്യോ വെയ്യ, അത് കേട്ടേക്ക് ആ ദിവസം ഫുള്ള് പോവും. എനിക്ക് മൈഗ്രൈൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. മൈഗ്രൈൻ ചെറുപ്പം മുതലുള്ളതാണ്, എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു, അപ്പൊ കാലങ്ങളിലുള്ളതാണ്. അപ്പൊ ഇവള് പറയും മൈഗ്രൈൻ ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ, അതുകൊണ്ട് പിന്നെ അത് മൈൻഡിലുണ്ട്, അതുകൊണ്ട്. പക്ഷെ നെവർ മൈൻഡ് പറഞ്ഞാൽ മൈഗ്രൈൻ അനുഭവിക്കുന്നവർക്ക് അറിയാം അതിന്റെ വേദന. ഒരു വൃത്തിയട്ട വേദന. എനിക്ക് വെച്ചാൽ അത്രയും മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാതെ ഡോക്ടറുകളില്ല, കാരണം കണ്ടമാനം ഡോക്ടറെയും എല്ലായിടത്തും പോയിട്ടാണ്. അപ്പൊ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇഷ്യൂ ഉണ്ട് ഈ മൈഗ്രൈൻ. പറഞ്ഞല്ലോ പോസിറ്റീവ് മാത്രമേ പറഞ്ഞുള്ളൂ, നെഗറ്റീവ് പറയും. പോസിറ്റീവ് കേട്ടില്ലേ, ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. നെഗറ്റീവ് പറഞ്ഞാൽ ഇടയ്ക്ക് ചൊറി സ്വഭാവമുണ്ട്. എന്താ കാര്യം പോലും അറിയില്ല, വെറുതെ പറഞ്ഞ് ചൊറിയും. ചൊറിയ പറഞ്ഞാൽ നമ്മളിപ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒന്ന് ഇങ്ങനെ സാഡായിരിക്കുക, നമുക്ക് ഭയങ്കര വൃത്തിയിട്ട് വരിക. നമ്മൾ അത്രയും പ്രഷറും കാര്യങ്ങളും ഈ പുറത്ത് ഓടിപ്പാഞ്ഞൊക്കെ വരുമ്പോ അത്രയും സ്ട്രഗിള് ചെയ്തിട്ട് വരണത്. മീൻസ് അങ്ങനെയല്ല, ഒരു കസ്റ്റമർ ഒരു വർത്താനൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ചിലപ്പോ വന്നിട്ട് മിണ്ടില്ല. നമ്മൾ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ എന്തടി ചോദിക്കുമ്പോൾ മിണ്ടില്ല. അത് വേറെ എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഇഷ്യൂ ആവാം, പക്ഷെ അത് നമ്മുടെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാ റീസൺ പറയും, അതുമില്ല, മിണ്ടാണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അത് ഞാൻ എപ്പോഴും പറയാം. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ, അല്ലാണ്ട് നമുക്ക് അറിയില്ല എന്ത് സംഭവം. പിന്നെ പറഞ്ഞോണ്ടൊരു കുഴപ്പമില്ല, അത് നമ്മൾക്ക് അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഇല്ല, പക്ഷെ അവളെ എന്നോട് പറയില്ല. അപ്പൊ നമുക്ക് ഭയങ്കര വീരവും, കാരണം അവിടെയും ഇവിടെയും മൊത്തത്തില് ഒരു അതുപോലെ ഭയങ്കര നെഗറ്റീവാണ്. ഇനി എനിക്കല്ലേ എന്റെ കുഴപ്പം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ഇല്ല, എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ടാ തോന്നുന്നു. ഇൻഷാട്ടിന് അറിയാൻ പറഞ്ഞ പോലെ ഒക്കെ കണ്ടറിഞ്ഞ് നിൽക്കാനറിയാം. എവിടെയായാലും അതെ, കണ്ടറിഞ്ഞ് നിൽക്കും. പൊതുവേ ഇൻഷാട്ടിനെ കുറിച്ച് നാട്ടിലായാലും ആരുടെ അടുത്ത് ചോദിച്ചാലും നല്ല അഭിപ്രായമായിരിക്കും. അതിനൊരു പോസിറ്റീവ് ആണല്ലോ. അപ്പൊ പോസിറ്റീവായിട്ട് എല്ലാം കൊണ്ടും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. കണ്ടറിഞ്ഞ് നിൽക്കും. പിന്നെ ഓരോ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ തമ്മിൽ തല്ലുകൂടും, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അപ്പൊ ഞാൻ കുറെ നെഗറ്റീവ് ഇൻഷാട്ടിനെ പറയും. അപ്പൊ കുറെ നെഗറ്റീവ് പറയുന്നുള്ളൂ. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആണ്. നെഗറ്റീവ്സ് ചോദിച്ചാൽ നെഗറ്റീവ്സിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാമല്ലോ. ഈ ഒരു നെഗറ്റീവ് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് രാവിലെ എനിക്ക് വരുമ്പോൾ നെഗറ്റീവ് അടുപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അതാണ് ഇത്. ചിലപ്പോ കുറെ ആയിട്ട് കുഴപ്പമില്ല, എന്തോ നമുക്ക് രാവിലെ എനിക്ക് വരുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് എനിക്ക് വരണം. നമുക്ക് അങ്ങനെ വിഷമങ്ങളോ അങ്ങനത്തെ ഇല്ല. അപ്പൊ പിന്നെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് നിസ്സാരമല്ല, വീട്ടിലുള്ളത് തന്നെ. ഈ കുളി കഴിഞ്ഞ് വരുമ്പോ നിലത്തൊക്കെ വെള്ളം തെറിപ്പിച്ചു ആകെ വിൻഷാട് എവിടേക്ക് എത്തി നോക്കണെങ്കിൽ വെള്ളത്തിന്റെ തുള്ളികൾ നോക്കിയാൽ മതി, അവിടെ മൊത്തം വെള്ളാക്കിയിട്ടുണ്ടാവും. പിന്നെ തുണികളൊക്കെ എന്താ പറയാ അതിന്റെ മുകളിൽ ഇങ്ങനെ നിറച്ച് വെക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവം അറിയോ, ഫുൾ ഡ്രസ്സുകളുടെ എനിക്ക് 2 അലമാറ വീട്ടിലുണ്ട്. 2 അലമാറയിൽ ഫുൾ ഡ്രസ്സുകളുടെ. ഇനി ഞാൻ എവിടെ കൊണ്ടാക്കിയ അപ്പൊ അതുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. ലൈഫ് ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്. അപ്പൊ വിൻഷാന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നുമില്ല. പോസിറ്റീവ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഓക്കെ ആണ്. അങ്ങനെ ഞാൻ എല്ലാം കൊണ്ട് ഓക്കെ എങ്ങനെ പോകുന്നു.
എല്ലാം കൊണ്ട് ഓക്കെ ആണ്. എനിക്ക് അത്ര പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തേജു വന്നിട്ട് അടുത്ത ഇപ്പൊ ചീത്ത കേട്ടിട്ടുള്ളൂട്ടാ. അപ്പൊ പോസിറ്റീവ് ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടാണ്. ഒന്നിനും നമുക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ വിൻഷാട്ടിനോട് ചോക്കാണ്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമുക്കിപ്പോ ചോദിച്ചിട്ട് ചെയ്യാം എന്ന് വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായാലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ അറിയാം, അത് സപ്പോർട്ട് ചെയ്യോണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി, അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. ചിലവർക്ക് ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരിത്. അങ്ങനത്തെ നിബന്ധനയൊന്നും ഇല്ല. ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്തോളും, കുഴപ്പമില്ല. അത് എൻ്റെ ഒരു ഇതല്ലേ, എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ ഞാൻ ചെയ്യാം, എന്തെങ്കിലും പറയാണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, സപ്പോർട്ടാണ്. പോസിറ്റീവായിട്ട് അതന്നെ ഉള്ളത് കേട്ടോ. നെഗറ്റീവ്സ് ഒന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് പറയാനില്ല. പിന്നെ ആദ്യം ഉണ്ടായിരുന്നു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറച്ച് കുറവായിരുന്നു, പാത്രങ്ങൾ കഴുകിത്തരും, അല്ലാണ്ട് ഇല്ല. പിന്നെ ഇപ്പൊ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കിച്ചണിലൊക്കെ വന്നിട്ട് ചെറിയ രീതിക്ക് ഹെൽപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നല്ല ഹെൽപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ആണെന്ന് ഞാൻ മനസ്സിലായത് ആ ഇൻസ്റ്റയിലെ കമന്റ്സ് വായിച്ചിട്ടാണ് അല്ലേ. അതൊരു നെഗറ്റീവ് ആണ് വിൻഷാട്ടിന്റെ എന്നുള്ളത് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടാ. അപ്പൊ അത് ഞാൻ ഓരോരുത്തർ പറയുമ്പോ അതാണ് നമുക്ക് കുറെ കമന്റ്സ് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാലോ അതൊരു നെഗറ്റീവാണ്. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് കുറെ പേര് പറഞ്ഞോണ്ട് പറഞ്ഞു. എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കമന്റ്സിൽ പറയാറുണ്ട്, ഡെയിലി രാവിലെ നേരത്തെ ജോലിക്ക് പോകണു, രാത്രി വരുന്നവർക്ക് ഒരു സൺഡേ ആയിരിക്കും ലീവ്. അപ്പോ അവരെന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. രണ്ടുപേരുടെ ഏജ് പറഞ്ഞു. ചേച്ചിയുടെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ PK കപ്പിൾസ് ഇല്ലേ, അവര് നല്ല ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു ബോണ്ട്, ഫാമിലി, അച്ഛനും അമ്മയും അതുപോലെ തന്നെ അഞ്ചു ചേച്ചി ആയാലും നിഖിൽ ചേട്ടനായാലും അവരെല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ടില്ലേ കീർത്തന അവര്. അപ്പൊ നിഖിൽ ചേട്ടനും കീർത്തനും എന്റെ ഫ്രണ്ടാണ്. ഇൻസ്റ്റയിലേക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഫിജി കാർഡിന്റെ പ്ലാൻ പറയാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ചെറിയൊരു കമ്പനി ഉണ്ട്. പിന്നെ പെരുന്നാളിക്ക് കീർത്തന മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കീർത്തന ചേച്ചിയെ തോന്നുന്നു കേട്ടൊക്കെ അറിയില്ല. ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ നന്നാവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലിട്ടൊക്കെ. അവരുടെ ഞാൻ എപ്പോഴും കിച്ചണിൽ അവരുടെ വ്ളോഗൊക്കെ കാണാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ ഒരു ബോണ്ട്. അങ്ങനെ പണ്ടൊട്ടേ ഞാൻ കാണുന്ന ഒരു ചാനലാട്ടാ അത്. പിന്നെ ലവ് സ്റ്റോറി പറയാട്ടോ. തേജുവിന്റെ ഏജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4. പിന്നെ ഹായ് സൂര്യ, വീഡിയോസ് എല്ലാം കാണാറുണ്ട്. തേജപ്പൻ ഏത് ക്ലാസ്സിൽ പഠിച്ചു? സൂര്യ എന്താണ് പഠിച്ചത്? തേജു ഇപ്പൊ LKG-യിലാട്ടോ. ഞാൻ ഫാസ്റ്റ് ആക്കണത് ടൈം പോവും. തേജു ഇപ്പൊ LKG-യിലാണ് പഠിക്കണത്. ഞാൻ പഠിച്ചത് +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ റേഡിയോളജി കേട്ടോ. പിന്നെ ചേച്ചി ചേട്ടൻ്റെയും ഏജ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ലിൻസി അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല, പറഞ്ഞതുകൊണ്ടാട്ടാ. പിന്നെ ലിൻസി ആട്ടോ ചോദിച്ചേക്കണത്, ലിൻസി അല്ലേ. അടുത്തത് അഞ്ചു ചേട്ടനും ചേച്ചിയുടെയും ഫേവറേറ്റ് ഫുഡ്. എന്റെ ഇപ്പൊ മന്തി. ആദ്യക്ക് ബിരിയാണി ആയിരുന്നു, ഇപ്പൊക്ക് മന്തി ഇഷ്ടം. എനിക്കിപ്പോ മന്തി ഭയങ്കര ഇഷ്ടം. പിന്നെ സദ്യ അതിന് കൂട്ടാം. പിന്നെ വിൻഷേട്ടനോട് വിൻഷേട്ടൻ ഭാര്യ അമ്മ എന്ന നിലയിൽ സൂര്യയുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്വാളിറ്റി. സൂര്യ ഭർത്താവ് അച്ഛൻ എന്ന നിലയിൽ വിൻഷേട്ടൻ. നല്ല ക്വസ്റ്റ്യൻ ഇത്. ഭാര്യ അതായത് ഭാര്യ തേജുവിന്റെ അമ്മ എന്നുള്ള നിലയിൽ കേട്ടോ, അങ്ങനെ ചോദിച്ചേക്കണം. അല്ലാണ്ട് പെർഫെക്റ്റ് 100-ൽ 101 മാർക്ക് സൂര്യക്ക് കൊടുക്കാം. കാരണം എല്ലാം കണ്ടറിഞ്ഞ് ഒരു കുട്ടിയുടെ ആയാലും ഭാര്യയുടെ പദവിയാണെങ്കിലും ഒരു വീടിന്റെ ആയാലും ഒരു അമ്മയായിട്ടാണെങ്കിലും എല്ലാം അവൾ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ദേഷ്യം വന്നാൽ വൃത്തിയായിട്ട് സ്വന്തമാണ്. തേജുവിന്റെ അടുത്ത് തേജുവിനോട് ചോദിച്ചറിയാം. കാരണം തേജു എന്തെങ്കിലും കാട്ടിയിട്ട് അവള് തല്ലുമ്പോ ചെക്കിന് തല്ലുമ്പോഴും ചിലപ്പോഴാകും. കാരണം നമ്മുടെ കുട്ടിയല്ലേ. പക്ഷെ ഒന്നല്ലെങ്കിലും മലക്കൊണ്ട് തല്ലണമെന്നാണ് ഞാൻ അങ്ങനെ ഇന്നത്തെ കാലത്ത് എന്തോ ലക്കൊണ്ട് തല്ലിയിട്ട് കാര്യമില്ല. പോവാണത് കേടുവരുള്ള കേടുവരും. പക്ഷെ നമ്മള് തെറ്റ് ചെയ്താ ചീത്ത പറയും. എന്റെ അടിയും കിട്ടാറുണ്ട് കേട്ടോ, അവന് നല്ല അടിയും കിട്ടാറുണ്ട്. പക്ഷെ എന്നാലും അവന്റെ ഫേവറേറ്റ് ആരെന്ന് വെച്ചോക്ക്. ഫേവറേറ്റ് പറഞ്ഞാൽ അത് മമ്മിന്റെ. ഞാൻ എപ്പോഴും ഫേവറേറ്റ് അല്ല. അച്ഛൻ എപ്പോഴും ഒരു കടയിൽ പുറത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു പൊതി കൊണ്ടുവരുന്ന ആള്, ഓന് വേണ്ട സാധനം കൊണ്ടുവരുന്ന ആള്, അതാണ് അച്ഛൻ. ഓർഡർ ചെയ്യേ RC കാർ അരി ആവട്ടെ. RC കാർ ഓർഡർ ചെയ്യട്ടെ ഫ്ലിപ്കാർട്ടിലേ. ഞാൻ ആവട്ടെ, ഞാൻ പറയാം. മീഷോ കണ്ണി കണ്ടുപിടിച്ച് ഞെക്കിയ തേജോ ഫോൺ. ബാലൻസ് ഇല്ലല്ലോ. ബാലൻസ് അല്ല,
കണ്ണി ഞെക്കല്ലോ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടായിരുന്നു ചോദിച്ചോ. ചെറിയൊരു ഉറപ്പില്ല. നെഗറ്റീവിന്റെ കാര്യം പറഞ്ഞത് ഇത് തന്നെയാണ്. ഇടയ്ക്ക് ഇവിടെ കുട്ടിയതല്ലുമ്പോഴും കാരണം എനിക്ക് ഒരു ഫീല് വരും. ഒരു കുട്ടിയുടെ എല്ലാ കാര്യം ചെയ്യണ ഒരമ്മ എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞോളെ നിജിഷല്ലേ ചോദിച്ചത്. പൂരത്തിന് വിളിക്കട്ടാ പറയേ. ഞാൻ അങ്ങനെ കുട്ടീനെ പീഡിപ്പിക്കാന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കുട്ടിയുടെ അല്ല രാവിലെ തൊട്ട് രാത്രി കിടക്കുന്ന വരെ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പൊ അവര് നല്ല പ്രവർത്തികളും ചെയ്യുന്നുണ്ടാവും, കുട്ടികള് പൊട്ട പ്രവർത്തിയും ചെയ്യും. നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും, അതിന്റെ കൂടെ നിൽക്കും. പക്ഷെ വേണ്ടാത്ത ചെയ്യുമ്പോ വെറുതെ അടിക്കല്ല, വാശി പിടിക്കും. അതും തന്നെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നെ രണ്ടെണ്ണം കൊടുക്കാം. ഇടയ്ക്ക് ചെറു സ്വഭാവം. അപ്പൊ മീഷോ എടുത്തിട്ട് ഓർഡർ ചെയ്യട്ടെ, RCR ഓർഡർ ചെയ്യട്ടെ വന്നിരിക്കുക, അതിനൊക്കെ കിട്ടുക. അതാണ് കേട്ടോ. അത് എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. രണ്ടെണ്ണം കിട്ടിയെന്നൊക്കെ ഇരിക്കും അവന്. അതുപോലെ ഒരു വിൻഷാട്ടിന്റെ ഭർത്താവ് അച്ഛൻ നല്ല നിലയില് വിൻഷാട്ടിന് 100 കൊടുക്കാം. 100 തരുന്നില്ല, 100 തരുന്നുള്ളൂ. അതായത് ഇപ്പൊ തേജു ഉണ്ടായിട്ടായാലും എനിക്കായാലും ഒന്നിനും ഒരു കുറവ് വരുത്തുന്നില്ല ഒന്നാമത്. അതായത് തേജുവിനായാലും എനിക്കായാലും ഇപ്പൊ എന്താവശ്യത്തിനും കുറവ് വരുത്തുന്നില്ല. ഇപ്പൊ തേജുവിനായാലും ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, എന്തിനായാലും ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. എല്ലാം നമുക്ക് വേണം തോന്നിയാലും അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ ഒന്നാമത്തെ കാര്യം പോസിറ്റീവ്, നമുക്കൊരു വീട് തന്നെ വെച്ചെന്നു. ഒന്നാമത്തെ നമ്മുടെ ഒരു ഇഷ്ടത്തിനോ ഒന്നിനായാലും നമുക്കൊരു വീട് തന്നെ വെച്ചെന്നൂലോ, അതന്നെ വലിയൊരു കാര്യമാണ്. നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇപ്പൊ എന്താ, നെഗറ്റീവ് ഒന്നും ഇല്ല കേട്ടോ. ഇവര് ടീച്ചർ എന്ത് തള്ളാതെ നെഗറ്റീവ് ക്വാളിറ്റി ഇപ്പൊ ഒരു അച്ഛൻ ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ നെഗറ്റീവ് ക്വാളിറ്റിക്ക് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ പോസിറ്റീവ് തന്നെ ഉള്ളൂ. എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നെഗറ്റീവ് ഒന്നും ഇല്ല. പിന്നെ തേജുവിനെ അടിക്കുക അങ്ങനൊന്നും ഞാൻ ഒച്ചടും. ഇപ്പൊ തന്നെ ഒരു ഒച്ചടലേ കഴിഞ്ഞുള്ളൂ. ചീത്ത പറയും, ഞാനാണ് അടിക്കുക കേട്ടോ. നന്നായി ഒച്ചടും തേജുവിന്റെ അടുത്ത്, അത്ര തന്നെ ഉള്ളൂ. വേറെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല. ചേച്ചി ആര്യയുടെ അമ്മായച്ചൻ എങ്ങനെയാണ് മരിച്ചത്? ആക്സിഡന്റ് ആണെന്ന് കേട്ടോ. ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ലവ് മാരേജ് ആയിരുന്നോ? എങ്ങനെയാണ് വീട്ടുകാരെ കൺവിൻസ് ചെയ്ത്? ബിഫോർ മാരേജ് ആണോ ആഫ്റ്റർ മാരേജ് ആണോ ലൈഫ് അടിപൊളി? ലവ് മാരേജ് ആണ്. വീട്ടുകാരനെ എങ്ങനെ കൺവിൻസ് ചെയ്തു ചോദിച്ചാ അങ്ങോട്ട് തന്നെ അച്ഛനമ്മയെ വിളിച്ചിട്ട്, എത്രയായാലും മോളല്ലേ, അപ്പൊ അതേ രീതിയിൽ വിളിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് കമ്പനി ആയതാണ്. ഞാനായാലും ഞാൻ മുന്നേ കല്യാണത്തിന് മുന്നേ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മളോട് അടുത്തറിഞ്ഞ് സംസാരിച്ചപ്പോ തന്നെ വന്നു, അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കുറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ബിഫോർ മാരേജ് ആണോ ആഫ്റ്റർ മാരേജ് ആണോ അടിപൊളി ചോദിച്ചാ മാരേജിന് മുന്നേ മാരേജിന് മുന്നേ എന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഞങ്ങള് കല്യാണം രണ്ട് ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതും അടിപൊളിയാണ്, ഇതും അടിപൊളിയാണ്. അങ്ങനെ പിന്നെ മാരേജിന് ശേഷം നമുക്ക് കുറെ കിട്ടാത്ത കാര്യങ്ങൾ കിട്ടിട്ടോ, കുറെ ഫ്രീഡം ഒക്കെ കിട്ടി. അത് വേറൊരു കാര്യം. നമുക്ക് അച്ഛനമ്മനെ കിട്ടാണ്ടല്ല, അവര് പുറത്തേക്ക് കാണിക്കുമ്പോ കുറച്ച് കുറവായിരിക്കും. കാണിക്കുന്നവരുണ്ട്, കാണിക്കാത്തവരുണ്ട്. അതായത് ഇപ്പൊ പുറത്തേക്കൊക്കെ പോക്ക് ഞാൻ ഭയങ്കര കുറവായിരുന്നു. അച്ഛനായിട്ടോ അവരൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇപ്പൊ ആരും കൊണ്ടുപോകുന്നില്ല കേട്ടോ. അച്ഛൻ്റെ കൂടെ വയ്യാണ്ടായോ ഹോസ്പിറ്റലിൽ പോവുക, അതന്നെ ഉള്ളു. അല്ലാണ്ട് അച്ഛനായിട്ട് ട്രിപ്പ് എങ്ങടേലും കൊണ്ടുപോവേ അമ്പലങ്ങളിലേക്ക് അങ്ങനെ അതും കുറവാണ്. നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങടേലും പോവാന്നല്ലാണ്ട് ഫാമിലി ആയിട്ടുള്ള പോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവരെ കുറവല്ലോ, അവര് ഒരു കുറവില്ലാണ്ട് വളർത്തിരിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. ചില വീട്ടിൽ അങ്ങനെയാവും. ചില വീട്ടില് വെച്ചാ പഴയ ഒരു ഇതാവും. അച്ഛനും അമ്മയും എങ്ങനെയാന്ന് വെച്ചാ ഞങ്ങളെ കല്യാണം കഴിച്ച് വിടണ്ടേ, ഞങ്ങളെ ഒരു കുറവില്ലാണ്ട് നോക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ്. കാരണം രണ്ടുപേരും രണ്ടു വഴിക്ക് ജോലിക്ക് പോവുക, സമ്പാദിക്കുക. അവരെ നോക്കാണ്ടിരിക്കുക, അല്ലാണ്ട് ഇവർക്ക് ഫ്രീഡം കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയല്ല പറയുന്നത്. വീടൊക്കെ പക്കയാണ്. അച്ഛനമ്മന്നൊക്കെ പറഞ്ഞ പാവം പറഞ്ഞ പച്ച പാവാണ്. അതായത് അവര് രണ്ടാളും ഞങ്ങക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു, അങ്ങനെ തന്നെ പറയാം. അവരും പോയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അച്ഛനും അമ്മയും കറങ്ങാനോ എവിടേക്കും പോയിട്ടില്ല, പെൺകുട്ടികളല്ലേ. അപ്പൊ അത് കാരണം അവര് രണ്ടാളും ഞങ്ങക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കണ്ടേ, പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴി കെട്ടി വരണ്ടേ. അപ്പൊ അതിന് വേണ്ടി രണ്ടുപേരും ജോലിക്ക് പോവുക. എന്നും ഞായറാഴ്ച ഉണ്ടെങ്കിൽ പോലും ഞായറാഴ്ച അമ്മ ജോലിക്ക് പോകാറുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് കാരണം അവരും എങ്ങോട്ടും കറങ്ങാൻ പോവുകയോ. ഇൻഷാട്ടൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അമ്മ പോലും ബീച്ചിലേക്ക് പോണത്. അമ്മയൊന്നും ബീച്ചിന്റെ വഴിയെ കാണാത്ത ഒരാളാണ്.
സിനിമയ്ക്ക് പോലും അച്ഛനായാലും ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അച്ഛൻ തന്നെ സിനിമയ്ക്ക് പോവേ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും അച്ഛനും അമ്മയും എങ്ങോട്ടും പോലും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വിൻഷേട്ടനാണ് അവരെ സിനിമയ്ക്ക് ആയിക്കോട്ടെ ബീച്ചിക്ക് ആയിക്കോട്ടെ എങ്ങോട്ടായാലും പുറത്തേക്ക് കൊണ്ടുപോകണത്, കാറിലൊക്കെ കൊണ്ടുപോകണത്. അവർ രണ്ടുപേരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളതിന് അവർ പോയാലും നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ മാരേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയും പോകണം തോന്നി പോവാറുണ്ട്. അവരും അവരേനും കൂട്ടി അങ്ങനെ പോവാറുണ്ട്. അങ്ങനെ കേട്ടോ. പിന്നെന്താ മാരേജ് ആണ്. അപ്പൊ അത് കഴിഞ്ഞു തേജു ഒരു ലവ് ഇട്ടുന്നുണ്ട് തേജാരോ പ്രഭ MK. ചേച്ചിയും ചേട്ടനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടാ. ലവ് സ്റ്റോറി വീഡിയോ ചെയ്യാം അമ്മൂക്കിച്ചു കേട്ടോ ചോദിച്ചേക്കണ്. പാറു 2K നിങ്ങൾ ലവ് സ്റ്റോറി എപ്പോൾ പറയും? നാളെ പറയും എന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ പറയത്തെ ചേച്ചി ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് എന്താ അത് മുന്നോട്ട് കൊണ്ടുപോകാത്ത താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ ലവ് സ്റ്റോറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ വീട് വെച്ച് വന്ന സമയത്ത് ഞാൻ 1-2 ചുരിദാറും അതൊക്കെ ഒന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് യൂട്യൂബിൽ മെയിൻ ആയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോ അതിലേക്കുള്ള വീഡിയോസ് എടുക്കല്, എഡിറ്റ് ചെയ്യല്, പോസ്റ്റ് ചെയ്യല്. ജോലി പുറത്തു പോയി ജോലി എടുക്കാനായിട്ടും പണി തന്നെയാണ് ഇത്. കാരണം വീടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ഫുള്ള് അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഫോൺ എഡിറ്റ് ചെയ്യലും അതാക്കലും ഇതാക്കലും പിടിക്കലും എളുപ്പമല്ല. ഓരോ കട്ടിയിലും പിടിക്കലും സംഭവം ഇതിപ്പോ നമ്മളിപ്പോ ക്ഷമ വേണം. ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ക്യാമറ കൊണ്ടുവെക്കണം, എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് അത് എടുക്കണം, അത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ആക്കണം. നമ്മൾ എന്നിട്ട് അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടുവെക്കുമ്പോൾ ഈ ട്രൈപോഡ് അവിടെ കൊണ്ടുവെക്കണം, ക്യാമറ ഓൺ ആക്കണം. അതിനുശേഷം അപ്പൊ ഓരോ ക്ലിപ്സ് എടുക്കുമ്പോഴും ഡബിൾ പണിയാണ്. ഇപ്പൊ ഒരു കഷ്ണം അരിയ വെച്ചാൽ ഒരു 10 വട്ടം അരിയണ പണി അതിന്റെ ബാക്കിൽ നമ്മൾ ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്യണം. ഒരാൾ എടുത്തുതരാണ്ടെങ്കിൽ നമുക്ക് സുഖം നമ്മൾ ചെയ്യാൻ ഒരാൾ കവർ ചെയ്ത് തരും. ഇത് നമ്മളൊപ്പം ക്യാമറ കൊണ്ടുവെക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതിൻ്റെതായ തിരക്ക് വന്നു. പിന്നെ കൂടാണ്ട് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഡ്രസ്സുകൾക്കല്ലേ, അപ്പോൾ ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അത്യാവശ്യം ഡ്രസ്സുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ. അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ വർക്ക് ചെയ്യാനോ ഒന്നിനും പിന്നെ ഡ്രസ്സ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പിന്നെ അത് അങ്ങനെ വിട്ടു. സമയവും ഇല്ലാണ്ടായി. ഇപ്പൊ 24 മണിക്കൂർ തികയണില്ലേ സത്യം പറഞ്ഞാൽ. അപ്പൊ അതാട്ട നോക്കാത്ത പതുക്കെ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. എപ്പോഴാണ് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അറിഞ്ഞിരിക്കാം. പിന്നെ ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? കല്യാണ ഫോട്ടോ കാണിക്കുമോ, ഒരു വീഡിയോ ഉണ്ടോ? ഈ പാറു തന്നെയാട്ടോ ചോദിച്ചേക്കണത്. കല്യാണ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. അന്ന് കല്യാണ ഫോട്ടോ ഇല്ലേ? ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫോട്ടോ എന്റെ കല്യാണ ഫോട്ടോ. സത്യം പറഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന കല്യാണ ഫോട്ടോ ഇല്ല. സുന്ദരൻ പ്രശാന്ത് എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഫോട്ടോ എടുത്തുള്ള ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതും ഫാമിലി ആയിട്ട് അല്ലെ, നമ്മൾ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഇല്ല. അതൊന്നല്ല, അന്നാണെങ്കിൽ പെട്ടെന്നുണ്ടായ സംഭവമാണല്ലോ. ഞാനാണെങ്കിൽ ലുലുവിന്റെ ഇന്റർവ്യൂവിന് പോയിട്ട് വന്നിട്ട് നിൽക്കുന്ന ടൈമിലാ മൊത്തം ലീച്ചാ പഠിച്ച മൊണ്ണ ലുക്കിലാ. ഇവരെ അച്ഛനമ്മേനെയും ഇവരെ കുടുംബക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫോട്ടോ കണ്ട ഏത് മറ്റേ ഭീകരനെ വിചാരിക്കും. അമ്മമാര് ഫോട്ടോക്ക് തന്നെ ഫോട്ടോ കണ്ട എന്തോ പോലെയാണ്. അയ്യോ അത് ആഗ്രഹിക്കണില്ല ഞാൻ ഫോട്ടോ കാണാൻ. അത് നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു കല്യാണ ഫോട്ടോ ഇല്ലേ ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ. ഞങ്ങള് റീക്രിയേറ്റ് ചെയ്യും, അത് വേറെ കാര്യം. റീക്രിയേഷൻ നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട്. അപ്പൊ അതിന് നമ്മൾ ഫാമിലിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഫോട്ടോ എന്റെ ഉള്ളൂ. അത് അപ്പുറത്ത് മണിയായിട്ടും ബ്രിയേച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ നടുക്കെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തത് അതാണ്. ഞാൻ പിന്നൊന്ന് രാകേഷായിട്ട് എടുത്ത സെൽഫിയിലാണുള്ളത്. പിന്നെ ചേട്ടന്റെ വീട്ടുകാർ ഇതുവരെ കണ്ടില്ലല്ലോ. അത് ഞാന് റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു 2 മാസം മുന്നേ. ഞങ്ങളിപ്പോ അവിടെ തന്നെ ആയിരുന്നു. മറ്റേ 2 മാസം ഇവരെ DNSലേക്ക് പോയിണ്ടായിരുന്നു, പിന്നെ പൂരത്തിന് പോയിണ്ടായിരുന്നു. പിന്നെ ഈ വീട്ടില് ഇവിടുന്ന് ഞാൻ സൺഡേ ആണ് ഒരു ലീവ് കിട്ടുക. പിന്നെ ഇവിടെ ഇതേപോലെ വീട്ടിലാവും. പിന്നെ സൺഡേ ആകുമ്പോൾ ഞങ്ങള് ചിലപ്പോ സിനിമയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പോകും. ഇപ്പൊ രാവിലെ ആയാലും ഇപ്പൊ ഇതുവരെ വൈകിട്ട് ഒരു സിനിമയ്ക്ക് പോകും. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ആ കാഴ്ചയില് തിങ്കൾ ടു ഞായർ അതില് 5 ദിവസം ജോലിക്ക് പോകും. ശനിയാഴ്ച വരെ പോകും. പിന്നെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. അത് എനിക്ക് തന്നെ 11 മണി 8 ആയിരിക്കും. 12 മണി 1 മണി ചോറുണ്ട്. വൈകിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഒന്ന് ചെറുതായി സിനിമയ്ക്കോ അങ്ങനെ. പിന്നെ ഇടയിലൊക്കെ രാത്രി നേരത്തെ വരുന്ന ദിവസം നമ്മൾ സിനിമയ്ക്കൊക്കെ പോകും. തേജുവിനൊരു ലൈഫ് കൊടുക്കണല്ലോ. അപ്പൊ അവന് അവന്റേതായ രീതിയിലൊന്നും കൊടുക്കാറുണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ ഇവിടെ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡെയിലി എടുക്കുന്ന വ്ളോഗാണ്. ഡെയിലി എടുക്കുന്ന വ്ളോഗ് ഞാൻ ഒരു ദിവസം തന്നെ 4-5 വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കുറേ വീഡിയോസ് ആയിട്ട് തോന്നും. അപ്പോൾ അതിലൊക്കെ എങ്ങനെയപ്പോ കൊണ്ടുപോയി വെച്ചിട്ടാ.
പിന്നെ ചേച്ചി നിങ്ങളുടെ രണ്ടുപേരുടെയും മൂന്ന് ക്വാളിറ്റി പറ ചേച്ചി. ചേട്ടൻ അത് നമ്മൾ പറഞ്ഞില്ലേ, ക്വാളിറ്റി എന്ന് പറഞ്ഞ മെയിൻ എനിക്ക് പറയാനുള്ളത് നല്ല സപ്പോർട്ടാണ്. എന്ത് കാര്യം കണ്ടറിഞ്ഞ് നിൽക്കും. അതായത് ഇപ്പൊ എന്റെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കും, തെറ്റാണെങ്കിൽ അത് തെറ്റാന്ന് പറയും. അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കും. എനിക്ക് വല്ല ക്വാളിറ്റി ഉണ്ടോ? അതന്നെ ഞാനും എല്ലാം കണ്ടറിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് അതുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. അവർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എനിക്കറിയാം വിൻഷേട്ടൻ എന്താണ്. പിന്നെ വിൻഷേട്ടൻ ഉള്ളിൽ വിചാരിക്കുന്നത് ഞാനതിവിടെ കാണും. അതെന്റെ ഒരു പ്രത്യേകത കഴിവാണ്. വിൻഷേട്ടൻ എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് എന്റെ കണ്ണിൽ കാണും. ഞാൻ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ആരാ? കൃഷ്ണ വിപിൻ. കാവ്യ മാധവൻ ലുക്ക് ഉണ്ട് എന്ന് ആരെങ്കിലും ഞാൻ എപ്പോഴാ കണ്ടു? എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ല കേട്ടോ. അഞ്ചു ഈ വീഡിയോ കാണണേ കമന്റ് ഇടണം കേട്ടോ. ഞങ്ങളുടെ എന്റെ കസിൻ ഉണ്ട് കേട്ടോ, അഞ്ചു ഐശ്വര്യ. അതിൽ അഞ്ചു ഐശ്വര്യം പറയാറുണ്ട്. ഇപ്പോഴല്ല, ചെറുപ്പത്തിൽ കേട്ടോ. ഞാൻ 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ചെറുപ്പത്തിൽ അവര് പറയും. അപ്പൊ അവള് അഞ്ജുവിനെ അറിയാതെ അഞ്ജു ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടിട്ട് അവള് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, ചെറുപ്പത്തില് അല്ലല്ല ചെറുപ്പത്തില് അവള് പറയാറുണ്ട്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. കാരണം അപ്പൊക്കെ കാവ്യമാധവൻ നല്ലതിൽ നിൽക്കുന്ന ടൈമല്ലേ. അപ്പൊ ചേച്ചിനെ കാണുമ്പോ കാവ്യമാധവന്റെ പോലെ ഉണ്ടെന്ന്. ചെറുപ്പത്തില്, ഇപ്പോഴല്ല, ചെറുപ്പത്തില് 5ലോ 6ലോ ഒക്കെ തോന്നുന്നു. അവര് 2ലൊക്കെ ആയിരിക്കും ആ ഒരു ടൈമിൽ. അങ്ങനെ ഒരു ടോക്ക് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് വേറെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കാവ്യമാധവനെ. പിന്നെ നിങ്ങൾ 3 പേരുടെ ലോങ് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ്. ഞങ്ങൾ 3 പേരും മണാലി പോകണമെന്നുണ്ട്, പിന്നെ ഷിംല പോകണമെന്നുണ്ട്. അങ്ങനെ കുറെ. അതായത് എനിക്ക് ഔട്ട് ഓഫ് സ്റ്റേഷൻ, കേരളം വിട്ട്, കേരളം ഇന്ത്യനെ വിട്ട് പോയാലോ. നമ്മുടെ ഈ കേരളത്തില് അല്ല, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ രാജ്യങ്ങൾ കാണണം ഇതൊക്കെ. അപ്പൊ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. ഇഷ്ടമല്ല ട്രാവൽ ചെയ്യാൻ. പിന്നെ എനിക്കിഷ്ടം ട്രാവൽ ചെയ്യാൻ. ഞാൻ ബുള്ളറ്റ് കണ്ടിട്ടാ മനുഷ്യന്റെ കൂടെ പോകുന്നത്. അടുത്ത അപർണ മഹേഷ്. ഹായ് ചേച്ചി, കല്യാണം കഴിഞ്ഞിട്ടാണോ ചേച്ചി കുക്കിംഗ് പഠിച്ചത് അതോ നേരത്തെ മുതൽ അറിയോ? നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. അതിന്റെ ആൻസർ വിൻഷേട്ടൻ പറയും. എത്ര ഇയേഴ്സ് സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചത്? എന്തുകൊണ്ടാണ് ചേച്ചി നിങ്ങൾ വിനുച്ചേട്ടന്റെ വീട്ടിൽ താമസിക്കാത്തെ? വിനുച്ചേട്ടന്റെ അമ്മയെ പറ്റി പറ ചേച്ചി. ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്? നെക്സ്റ്റ് ബേബി പ്ലാൻ ഉണ്ടോ? ഇതിൽ ആ ക്വസ്റ്റ്യൻ പറയാം. ആ ചേച്ചി കല്യാണം കഴിഞ്ഞാണോ ചേച്ചി കുക്കിംഗ് പഠിച്ചത്? അത് ഏതാണ്ട് ശരിയാണ്. കാരണം ഇവളെ അനീതി അന്നേ കുക്ക് ചെയ്തിരുന്നു, കല്യാണം മുന്നേ കുക്ക് ചെയ്തിരുന്നു. ഇവള് വന്ന പഠിച്ചത് അറിയാം, ഏതാണ്ട് എന്തൊക്കെ അറിയാം. പക്ഷെ അല്ല, ചെറിയ രീതിയിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പഠിച്ച നമ്മുടെ വീട്ടിൽ നിന്നാണ്. അവിടെ വന്നിട്ട് എന്റെ അമ്മോട് ചോദിച്ചറിയാം. ഞാൻ അടുക്കളയുടെ ഭാഗത്തേക്ക് കയറാത്ത ആളാണ്. അത് ഉള്ള കാര്യം. ആര് കുക്ക് ചെയ്തിടുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ രാവിലെ പോകുമ്പോ ഒക്കെ ആക്കി വെച്ച് പോണോണ്ട് നമുക്ക് ആ സൈഡിക്ക് നോക്കേണ്ടി വരാറില്ല. പിന്നെ എന്റെ അച്ഛന് ഗ്യാസ് കത്തിക്കണത് ഒന്നാമത്തെ കാര്യം പേടിയാണ്. ഗ്യാസ് കൂട്ടിയിട്ടിട്ടാണ് അമ്മ പോവുക പണിക്ക് പോകുമ്പോൾ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വിളിക്കുകയും ചെയ്യും, ഗ്യാസമ്മ കളിക്കരുത് എന്ന്. അച്ഛന് പേടിയാണെന്നു. അത് എന്റെ അച്ഛൻ ഇപ്പോഴും ചിലപ്പോൾ പറയും ഗ്യാസൊക്കെ പൂട്ടിട്ടോളോട്ടോ എന്ന് പറയും. അച്ഛന് ഭയങ്കര പേടിയാ ഗ്യാസുമുള്ള കളിയുണ്ട്. എത്ര ഇയേഴ്സ് സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? രണ്ടാളും കല്യാണം കഴിച്ചത് 2 വർഷം മാക്സിമം. അതിന്റെ ഇടയിൽ ബ്രേക്കപ്പ് നല്ല രീതിക്ക് ഉണ്ടാവും. 2 വർഷത്തിൽ 20,000 ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. സ്വാഭാവികം. എത്ര ഇയേഴ്സ് സ്നേഹിച്ചിട്ടാണ്? അപ്പൊ അതിന്റെ ഇടയിൽ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചേച്ചി നിങ്ങൾ വിൻചേട്ടന്റെ വീട്ടിൽ താമസിക്കാത്തെ? പുതിയ വീട് വെച്ച് ഞങ്ങള് 3-4 വർഷം അവിടെ തന്നെ ആയിരുന്നു. 3-4 മീൻസ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയായിരുന്നു. അല്ല, അവിടെ തന്നെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ആയിരുന്നു. വീട് വെച്ചു, വീട് മാറി. സ്വാഭാവികം. വീട് വെച്ചിട്ട് നമ്മള് വീട്ടിൽ നിന്ന് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് വീട് വെച്ചത് താമസിക്കാനല്ലേ. പിന്നെ അവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, ജോയിന്റ് ഫാമിലിയാണ്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു വീട്ടില് കാലാകാലം ഒരിക്കലും നിന്ന് പോകാൻ പറ്റില്ല. അതുള്ള ഒരു കാര്യമാണ്. മീൻസ് അങ്ങനല്ല, എന്നാലും നമുക്കൊരു വീട് വേണം. നമുക്ക് ഫാമിലി ആയില്ലേ, നമുക്കൊരു ഉണ്ണി ആയിണ്ട്, അവിടെ ചേട്ടനും ഫാമിലി ആയിണ്ട്. നാളെ ഇവൻ ചോദിക്കും ചിലപ്പോ അച്ഛൻ എന്ത് തേങ്ങയ്ക്ക് വേണ്ടി ഇപ്പൊ തന്നെ അച്ഛൻ എന്ത് തേങ്ങ ഉണ്ടാക്കി നോക്കി അച്ഛൻ പോടാ നടക്കാൻ. സ്വാഭാവികം. ഒന്നും ഉണ്ടാക്കില്ല, അവന്റെ കടലിൽ ഒന്നും ഉണ്ടാക്കില്ല. അവൻ ചോദിക്കും അച്ഛന് ഈ പാട്ട ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, ഒരു കാർ. അവന് വീടിന്റെ വില അവനൊന്നും അറിയില്ല. ഇടയ്ക്ക് 10 രൂപ മറ്റേ എന്റെ പേഴ്സിൽ ചിലപ്പോ 10-ന്റെ ഒരു 5-10 നോട്ട് കാണും.
ഇവിടെ വിളിച്ചിട്ട് കാണിക്കും, അമ്മ അച്ഛൻ നുണ പറയാ, അച്ഛൻ്റെ കുറെ പൈസ ഉണ്ട്, അച്ഛൻ്റെ കാർ വാങ്ങാനുള്ള പൈസ ഉണ്ട്, അച്ഛൻ കാർ അമ്മേ അച്ഛൻ നമ്മളെ പെറ്റിക്കാട്ടോ, പൈസ ഇല്ല അച്ഛനെ എത്ര പൈസയാ നോക്കിയ പറഞ്ഞിട്ട് പേഴ്സ് 10ൽ 5 മറ്റേ ലംബോർഗിനി വാങ്ങാം, മറ്റേ വലിയ വലിയ വണ്ടികളാണ്. യൂട്യൂബില് ഷിൻജാന്റെ വീഡിയോ കണ്ടിട്ട് ലംബോർഗിനി, BMW, എനിക്കറിയാത്ത കുറെ വണ്ടികൾ എനിക്കറിയില്ല. അവൻ പറയുമ്പോഴേ ഞങ്ങള് പോർഷെ അവൻ പറയുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വണ്ടികളുണ്ട്. അല്ല എന്നാലും BMW ബൈക്ക് ഉണ്ട് ഞാൻ അപ്പോഴാട്ടോ അറിയണത്. എന്റെ അറിവിൽ BMW ഇതിനൊക്കെ എത്ര കോടി? അച്ഛന് 20 കോടിയുള്ളൂ, അത് സിമ്പിൾ അല്ലേ? ഇപ്പൊ തന്നെ അവൻ ഇങ്ങനെ വാഗ്ദാനം പറയണം. അപ്പൊ നമ്മളെന്താ വെച്ചാ നമുക്ക് കുട്ടിയായി ഒരു ഫാമിലിയായി, വിൻഷാന്റെ ചേട്ടനും കുട്ടിയായി, അവരൊരു ഫാമിലിയായി, പെങ്ങൾക്കും കുട്ടിയായി ഫാമിലി ആയ പിന്നെ അവിടെ ഓരോരുത്തർക്ക് ഫാമിലി ആയ ഒരു നല്ല കാര്യമാണല്ലോ ഒരു വേറെ വീട് വെച്ച് മാറണത്. എത്രയാണ് ലോൺ എടുക്കുകയാണെങ്കിലും ഈ പ്രായത്തിൽ നമുക്കൊരു ഗഡ്സ് ഉണ്ടാവും, മീൻസ് നമുക്ക് അടച്ചു വിടാൻ പറ്റും. ഒരു 30-35 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാർത്തയ്ക്ക് വന്നു. ഇനി എങ്ങടാ ഇപ്പൊ തന്നെ നമുക്ക് മൈൻഡിലുണ്ട് 30 കഴിഞ്ഞപ്പോ അയ്യോ വയസ്സായി എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. പക്ഷെ 35 ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റാത്തൊരു മൈൻഡ് വരും, അത് ഓട്ടോമാറ്റിക്കലി വരും. ഷുവറാണ്, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മള് നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് അവന് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെച്ച് അവനെ സേഫ് ആക്കുക, അതന്നെ നമുക്ക് പറ്റുള്ളൂ അവന്റെ ഒരു കാലം വരുമ്പോഴേക്കും. അപ്പൊ നമ്മൾ ഇത്ര വർഷം അവിടെ തന്നെ നടന്നു, വീട് വെച്ചിട്ടാണ് ഇങ്ങോട്ട് മാറിയേക്കണത്. നിങ്ങളിത് ചോദിക്കാനുള്ള കാരണം നമ്മൾ വീട് വെച്ചതിന് ശേഷമാണ് യൂട്യൂബ് തുടങ്ങിയേക്കണത്. അതിന് മുന്നുള്ള ലൈഫ് ഞങ്ങളുടെ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നേക്കണത്. പിന്നെന്താ വിനിച്ചേട്ടന്റെ അമ്മയെ പറ്റി പറ ചേച്ചി. വിനിച്ചേട്ടന്റെ അമ്മ എന്ന് പറയുമ്പോ ഇപ്പൊ എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല. ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം കുട്ടികളെ നല്ലപോലെ നോക്കും. എനിക്ക് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് PK കപ്പിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ PK കപ്പിൾസ് ആയാലും പിന്നെ ട്വിൻ സ്റ്റാർസ് അവരുടെ കീർത്തന ചേച്ചിയുടെയും അഞ്ജു ചേച്ചിയുടെയും ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ലവ് മാരേജ് ആയിരുന്നോ, നിങ്ങളുടെ വീട്ടിൽ അവതരിപ്പിച്ചോ, അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ് രണ്ടു വീട്ടുകാരുടെയും? അത് വിൻചേട്ടൻ പറഞ്ഞു. ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഞാൻ വീട്ടില് അവതരിപ്പിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവതരിപ്പിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിന്റെ കല്യാണം നടക്കണ ഒരു 3-4 ദിവസം മുന്നേ അച്ഛനോട് ചെയ്യാൻ പറഞ്ഞു. വീട്ടില് പിടിച്ചു അങ്ങനെ പറയാം. അത് ലവ് മാരേജിൽ പറയാം, അല്ല ലവ് സ്റ്റോറിയിൽ നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രപ്പോസൽ കൊടുന്നില്ലേ, ചോദിച്ചു, വീട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മള് ലവ് സ്റ്റോറിയിൽ പറയാം. അല്ല അതൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് അവർക്ക് കിട്ടുന്ന രീതിയിൽ ആൻസർ പറയണം. വീട്ടിൽ ചോദിച്ചു, അപ്പൊ നടക്കില്ല എന്ന് അറിഞ്ഞപ്പോ നമ്മൾ വീണ്ടും റിലേഷൻ കണ്ടിന്യൂ ചെയ്തു. അല്ല അതിന്റെ ഇടയിൽ ബ്രേക്കപ്പ് ആയിട്ടോ. 1-2 വട്ടം വീട്ടുകാരെ ഐക്യം തന്നെയാണ്. വീട്ടുകാരെ ഞാൻ പറഞ്ഞു, വീട്ടുകാരെ വിശ്വസിച്ചില്ല നേരം നടത്തുന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ വിൻഷാട്ടിന്റെ സിസ്റ്ററിന്റെ ലവ് മാരേജ് ആണ്, ചേട്ടന്റെ ലവ് മാരേജ്. അപ്പൊ രണ്ടുപേരുടെയും മാരേജ് കാണാൻ വീട്ടുകാർക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഏക പ്രതീക്ഷ വിൻചേട്ടന്റെ ആണെന്ന്, ഇതെങ്കിലും നേരം പോലെ നടത്തണം. പക്ഷെ അതും ഉണ്ടായില്ലേ, സാഹചര്യം കൊണ്ട്. അപ്പൊ ഒക്കെ അങ്ങനെയായി. അപ്പൊ വിൻചേട്ടനും ഉണ്ടായിരുന്നു, നമുക്ക് നല്ല പോലെ നടത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് അതില് പറയാട്ടോ. റിയാക്ഷൻ എന്ന് പറഞ്ഞ മാരേജ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊക്കെ നല്ല ശോകമായിരുന്നു. എനിക്കറിയില്ല, ആര് പറഞ്ഞിട്ട് എനിക്കറിയുള്ളൂ. പിന്നെ അവര് ഹാപ്പി കേട്ടോ, ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ നല്ല ഒരു മാസം കഴിഞ്ഞപ്പോ അതിന്റെ ശേഷം അതായത് വിൻഷാട്ടിനെ കുറിച്ച് കൊറേ വേണ്ടാത്ത കാര്യങ്ങൾ കിട്ടാ ഒരു പേടിയാണ്. എന്റെ മോളുടെ ലൈഫ് പോയില്ലോ, അങ്ങനെ കെട്ടിയില്ലോ, അങ്ങനത്തെ ഒരു പേടി നല്ല ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ സ്വീകരിച്ച് വിൻഷാട്ടിനോട് സംസാരിച്ച് അടുത്തറിഞ്ഞപ്പോ ഇപ്പൊ എന്റെ അച്ഛന്റെ ഫേവറേറ്റ് ആരാന്ന് വെച്ചാൽ അത് വിൻഷാട്ട് തന്നെയാണ്. എപ്പോഴും വിൻഷാട്ടിന് ഒരു സ്ഥാനം. അച്ഛനൊരു ഇതുണ്ടായിരുന്നു വിനീഷിന്റെ. അപ്പൊ ആര്യക്ക് കിട്ടുമ്പോ വിനീഷിന്റെ പോലത്തെ, അപ്പൊ ആര്യക്കും വിനീഷിന്റെ ഒക്കെ പോലെ നമ്മുടെ കൂടെ അവർക്ക് എന്താ വെച്ചാൽ അവര് പണിക്ക് പോകുന്നവരാണ്. അപ്പൊ അവരെ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നവരായാൽ മതിയാണ്. ദൈവം സഹായിച്ച ആദർശം വന്നതും ഇപ്പോഴും ഞാൻ പറയും, വന്നതും ഉള്ളോട്ടൊക്കെ കണക്കാണ്. നമുക്ക് ദൈവം സഹായിച്ചപ്പോ ആദർശായാലും ഇപ്പൊ അമ്മയ്ക്കായാലും അച്ഛനായാലും ഒരു ബോണ്ട് ഉണ്ട്. പക്ഷെ ആദർശ് കൂടുതൽ ബോണ്ട് അമ്മയായിട്ടാ അല്ലെ, അമ്മയായിട്ടാണ് ആദർശ്. കാരണം ആദർശിന് അച്ഛനൊരു പേടി പോലെ തോന്നുന്നു അല്ലെ, അവനൊരു റെസ്പെക്ട് കുറച്ച് കൂടുതൽ അച്ഛൻ്റെ അടുത്ത്. പക്ഷെ വിൻഷേട്ടൻ അച്ഛനായിട്ടാണ് കൂടുതൽ. ഇവരിരുന്നിട്ട് കുറെ നേരം സംസാരിക്കും, കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും
ആൺമക്കളില്ലാതുള്ള നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഒരു ആൺമക്കൾ. പിന്നെ കുറെ പേര് പണ്ടുള്ളവർ പറയും അയ്യോ നിനക്ക് 2 പെൺകുട്ടികളാ അല്ലേ, അയ്യോ പെൺകുട്ടികളാ അല്ലെ, അങ്ങനെ ഭയങ്കരമായിട്ട് താഴ്ത്തിയിടുന്നു അച്ഛനും അമ്മേനൊക്കെ. എവിടെ പോയാലും അതെ, ഓ 2 പെൺകുട്ടികളാ അല്ലെ, എന്താ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ ആൺകുട്ടികൾ വെച്ച് അമ്മയ്ക്ക് ഒരു വേറെ സ്ഥാനമായിരുന്നു. അപ്പൊ ദൈവം സഹായിച്ച് അവർക്ക് കിട്ടിയത് 2 മരുമക്കളും നല്ല ഇതാണ്. അവരെന്നെ കണ്ടറിഞ്ഞ അമ്മയുടെ കയ്യിൽ അച്ഛൻ്റെ കയ്യിൽ സാഹചര്യം കണ്ടറിഞ്ഞ് നിൽക്കുന്നവരാണ്, മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നവരാട്ടാ. അതൊരു ഭാഗ്യം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇതാ തന്നെയുള്ളൂ കേട്ടാ. പിന്നെ എൻ്റെ ലൈഫിൽ ഇനി ലൈഫിൽ അച്ചീവ് ചെയ്യാനെന്ന് ആഗ്രഹമുള്ള കാര്യം എന്താ? അച്ചീവ് എന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പോഴും നമ്മള് ഒരു ചാഞ്ചാടിയിട്ട് ഫിനാൻഷ്യലി അങ്ങനെയാണ്. കാരണം ഇപ്പൊ വീട് പണി കഴിഞ്ഞുള്ളൂ. അപ്പൊ നമ്മളെവിടെയും എത്തിയിട്ടില്ല കേട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കുക നമ്മള് എല്ലാം സെറ്റ് ആയിട്ട് നിൽക്കല്ല, നമ്മള് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വലിയൊരു ഭാരം ഞങ്ങൾ തലയിലേറ്റിട്ടാണ് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോണത്. പിന്നെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ വീടായി എന്നുള്ളൊരു സന്തോഷം. ഇനി അത് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലോൺ അടച്ചാലും ലോൺ ഉള്ളപ്പോ നമ്മുടെ പേരിലല്ലേ വീടുണ്ട്, പക്ഷെ ബാങ്കിന്റെ പേരിലാണ് വീട്. നമ്മുടെ പേരിലാവുള്ളൂ. അപ്പൊ അതൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ ഈ വേണ്ടാത്ത കമന്റ്സ് ഇടുന്നവരോട് അതാ പറയാളൂ, നമ്മൾ എന്തോ കാട്ടിക്കൂട്ടുന്നു. ഞങ്ങൾക്ക് വീടായപ്പോ ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആണ് നമ്മുടെ വീഡിയോസിലൂടെ. ഞങ്ങളൊന്നും ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുണ്ടോ? കുറെ പേർക്ക് ഭയങ്കര അതിശയാണ് രാവിലെ എണിക്കണതും കുളിക്കണതും. അതെന്താ എന്തൊക്കെ അതിശയപ്പെടാള്? അത് ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. ചെയ്യുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ചെയ്യാത്തവർക്കാണ് അത് അതിശയം നെഗറ്റീവായിട്ടും തോന്നുന്നത്. അത് ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്ത് കാണുമ്പോ അവർക്കത് നെഗറ്റീവ് അടിക്കും അല്ലെ. ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഞാനും ചെയ്യണ ഒരു കാര്യമായാലോ റിലേറ്റ് ചെയ്യേ ചെയ്യുള്ളൂ. അത്ര ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ കേട്ടാ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതാക്കിയേക്കുന്നത്. പിന്നെ വീട് പണിയായ സമയത്ത് നിങ്ങൾ എന്താ ചേട്ടൻ്റെ വീട്ടിൽ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ടൈമിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം വീട് പണി ഞാൻ ഇങ്ങനെ വിചാരിച്ചു, യൂട്യൂബ് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ വീട് പണി കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു, വീട് പണി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്ന അവിടെ തേജുവിന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് പൈസ വേണം. അപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയത് എന്താന്ന് ഞാൻ ആദ്യം മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഫിജിക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. അപ്പൊ അത് നിർത്തിയപ്പോഴാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സൊക്കെ എടുത്താൽ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമല്ലോ, സ്റ്റിച്ചിങ്ങും വർക്കിങ്ങും ഓൺലൈനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ വീട് പണി കഴിയുന്നേക്കാൾ മുന്നേ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുത്തത്, പോയി പഠിച്ചത്. അപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് ഇവിടെ വന്നാലും ഇവിടെ നിന്ന് ചെയ്യാലോ എന്നുള്ള പ്ലാനിൽ പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ. അപ്പോൾ അത് കേട്ടാ. ചേച്ചി ദൃശ്യേച്ചി എന്ന് പറയണത് നമ്മുടെ ആര്യയുടെ, എൻ്റെ അനിയത്തിയുടെ നാത്തു ആദർശിന്റെ ചേച്ചിയാണ് ദൃശ്യേച്ചി കേട്ടാ. ഹസ്ബൻഡിന് എന്താ ജോബ്, ഡ്രീം എന്തൊക്കെയാ? ഡ്രീം എന്താ വെച്ചാ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം കാലിൽ നിൽക്കണം, ഒരു കടങ്ങളും ഇല്ലാണ്ട് സേഫ് ആയിട്ട് നിൽക്കണം, സേഫ് സോണിൽ. കാരണം ഞാൻ നാളെ പോയാലും മീൻസ് അങ്ങനെ പറയില്ല, ഇവർക്കൊരു ബാധ്യത ഉണ്ടാകാൻ പാടില്ല, ഇൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർക്കൊരു ബാധ്യത ഉണ്ടാകാൻ പാടില്ല. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, അവരെ സേഫ് ആക്കണം, അത്രേ ഉള്ളൂ. കാരണം അവർ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഡൗൺ ആവാൻ പാടില്ല, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ചില കമന്റ്സിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താ, വീട് വെക്കാനുള്ളൊരു മോട്ടിവേഷൻ തരുമോ? കുറെ പേർക്ക് ഇപ്പോഴും ഒരു കുട്ടി കമന്റ് ഇടുന്നതാട്ടോ. കാരണം അവർക്ക് വീട് വെക്കണം എന്നുണ്ട്, പക്ഷെ കയ്യിൽ ഫണ്ട് അധികം എടുക്കാനില്ല. ഗോൾഡ് ഉണ്ട്, പക്ഷെ വീട് വെക്കണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താ കയ്യിൽ വെച്ചാൽ അതുകൊണ്ട് തുടങ്ങിയിരിക്കുക, ബാക്കി നടന്നോളും. ദൈവം എന്നുണ്ടെങ്കിൽ നടന്നോളും. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ, വിശ്വാസമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ വെച്ചാൽ തുടങ്ങി വെക്കുക. ഇപ്പൊ നമ്മുടെ മണേട്ട പറഞ്ഞ പോലെ തുടങ്ങി വെക്കുക, ബാക്കിയൊക്കെ വരണോട് വെച്ച് കാണാം. ആവണതായിക്കോട്ടെ, അതിന് നിർത്തുക, ബാക്കി നടന്നോളും. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുമ്പോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോഴും അവർക്ക് ഉള്ളില് വെക്കാന്ന് തോന്നുന്ന ആഗ്രഹം കൂടുന്നുണ്ട്, പക്ഷെ എവിടുന്ന് ഒരു പിൻവലി വരുന്നുണ്ട്. അപ്പൊ ഒരു ധൈര്യം തരുമെന്ന് ചോദിച്ചിട്ടാണ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, എല്ലാവർക്കും ഞാൻ കുറെ പ്രഷർ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം എനിക്ക് വീട് ഇടയ്ക്കിടയ്ക്ക് സൂര്യ നടക്കൂടി, ഇങ്ങോട്ട് നടക്കൂടി, ഇവിടെ ഇന്നോട് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ചേട്ടാ ശരിയാവും മണിയേട്ടൻ പറയാറില്ലേ ചിരി നോക്ക് ഇവൾക്ക് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അത് പറയാ അറിയിക്കാണ്ട് വലിപ്പിക്കില്ല. ഞാൻ എനിക്കും കൂടി ടെൻഷൻ ഉണ്ട്. അയ്യോ വേണോ എന്ന് പറഞ്ഞ വിൻചേട്ടൻ അവിടെ ഫുള്ള് അപ്പൊ ഇവള് നമുക്ക് ബാക്കിന്ന് സംഭവം നമുക്ക് എന്താ വെച്ചാ വൈഫിന് നമ്മുടെ താങ്ങുന്നാണേലും അവൾ ഇവിടെ തന്നെയാണ്. കാരണം എന്താ വെച്ചാ ഇവള് പറഞ്ഞതുണ്ടോ സംഭവം ഇതുവരെ ശരിയായിട്ടുള്ളൂ. ഇവള് ശരിയാവും റെഡിയാവും എന്ന് പറഞ്ഞത് ഇന്നേ വരെ റെഡി ആയിട്ടുള്ളൂ. ഇവള് വേണ്ട പറഞ്ഞത് അത് വേണ്ട അങ്ങനെ തന്നെ പോയിട്ടുള്ളൂ. അത് വേറെ കാര്യം. അതാ പറഞ്ഞത് ഇവള് വേണ്ട പറഞ്ഞതൊക്കെ അങ്ങനെ മനസ്സിലൊരു ഇപ്പൊ വിൻചേട്ടൻ എന്തെങ്കിലും ഇപ്പൊ നമ്മള് എന്താ ബിസിനസ് എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചില്ലേ, 1-2 വീട് വെക്കണേക്ക മുന്നേ, അതായത് നമ്മള് വീട് പണി ഇറങ്ങണേക്ക മുന്നേ വിൻചേട്ടൻ ബജാജിൽ കയറണേക്ക മുന്നേ ഉണ്ടല്ലോ മിഠായിയുടെ എന്തായാലും വീട്ടിലെ അമ്മയും എല്ലാവരും അമ്മയ്ക്ക് വിൻചേട്ടൻ്റെ അമ്മയ്ക്കോടെ തൈരിന്റെ എന്താ അങ്ങനത്തെ സംഭാരം അങ്ങനത്തെ കുറെ പണികൾ അറിയാം. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ബാക്കിൽ സ്ഥലം. അപ്പൊ അച്ഛൻ ആദ്യം ഹോട്ടലായിരുന്നു, ഇപ്പൊ അച്ഛൻ യൂണിയനിലാട്ടാ. അപ്പൊ ഇവർക്ക് വീടിന്റെ ബാക്കിലാണെങ്കിൽ കണ്ടമാനം സ്ഥലം വേറെ ഉണ്ട്. നമുക്ക് പാർട്ടീഷൻ കഴിഞ്ഞിട്ട് അതായത് വിൻചേട്ടന് സ്ഥലം കൊടുത്തിട്ടുണ്ട്, ചേട്ടന് സ്ഥലം, അങ്ങനെ എല്ലാവർക്കും പാർട്ടീഷൻ സെറ്റ് ആണ് അവിടെ. അപ്പൊ അവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അവിടെ ബിസിനസ് പോലെ എന്തെങ്കിലും ഒരു ഷെഡ് അങ്ങനെ പറയൂട്ടോ, അന്നൊരു ഷെഡൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും വെച്ചിട്ട് വിൻചേട്ടന്റെ സെയില് ചെയ്യാം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നമ്മുടെ പ്ലാൻ ഉണ്ട്. ഇപ്പോഴും നല്ല കേട്ടോ, ഒരു 3 കൊല്ലം മുന്നേ. പിന്നെ എനിക്ക് തോന്നി അപ്പോഴും ഓൾറെഡി ചപ്പാത്തി കട ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള പരിചയം. ചേട്ടന്റെ പാർട്ട്ണർഷിപ്പിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ചേട്ടൻ ഒരുവിധെല്ലാം ചെയ്ത് പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ആളാണ്. എല്ലാവരും കൈ കുത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ കാലം കുത്താൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ബേക്കറി ഇടാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ് വിൻചേട്ടന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിൻചേട്ടന് കുറെ നോക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് കേട്ടിരിക്കുന്നതൊക്കെ അവിടെ ഫ്ലോപ്പ് ആയിട്ടുള്ളത് അല്ലേ. എല്ലാവരും തുടങ്ങും, പക്ഷെ ഇവിടെ എത്താത്ത രീതിയിലായിരുന്നു ലൈഫ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിതും വിൻചേട്ടൻ ഇങ്ങനെ തുടങ്ങാൻ പറയുമ്പോൾ അമ്മയും തുടങ്ങാൻ പറയും. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇവർ രണ്ടാളും തുടങ്ങാന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് ഞാനിങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കുക വെച്ചിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ ഒന്നും മിണ്ടാൻ നിൽക്കില്ല. പിന്നെ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യും, ഇങ്ങനെ ചെയ്താലോ മിഠായിയുടെ നല്ല ഓർമ്മ ഉണ്ട്, മിഠായി പാക്കിങ് അങ്ങനെ എന്തൊക്കെയോ. അപ്പൊ ഞാൻ പറയുക ചെയ്ത് വേണ്ട, കാരണം ഇപ്പൊ നമുക്ക് ഒരു ജോബ് നല്ലത് നോക്കിയിട്ട് നമുക്കൊരു വീട് തുടങ്ങിയിട്ടുണ്ടാവും എന്തായാലും. ബിസിനസ് തുടങ്ങിയ മാർക്കറ്റിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു 1 ഇയർ എങ്ങനെ ആ 1 ഇയറിനുള്ള നമുക്കൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ പ്രോഫിറ്റോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലെടുക്കാനും ഇല്ല. നമുക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ എടുത്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. ആ ലോൺ അടക്കി തന്നെ 1 ഇയർ ലോൺ അടക്കി തന്നെ കടം കയറി ഇതായ മൂടായി. അപ്പൊ എന്തായാലും വള്ളിയാവും എന്ന് മനസ്സിലായി. പിന്നെ അതിന് ഒന്നുമില്ല. അപ്പൊ പിന്നെ ഞാനും പറഞ്ഞു തുടങ്ങി ആ ലോൺ എടുക്കണത് ഒരു വീട് വെച്ച് ലോൺ എടുത്തുകൂടി ഇന്ന് ചെറുതായിട്ടൊന്ന് അല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെ പിന്നെ അത് സംഭവം വേറെ ഒന്നുമില്ല. നമുക്ക് ആ KSFB ആയിരുന്നു സ്ഥലം മേടിച്ചോണ്ട് വീട് പണി തുടങ്ങിയത്. ആ സ്ഥലം ഇല്ലെങ്കിൽ നമ്മളെ വീട് പണി ഇപ്പൊ തുടങ്ങില്ല. സ്ഥലം മേടിക്കാൻ നമുക്കൊരു ഇത് ഐഡിയ കണ്ടില്ലെങ്കിൽ വീട് പണി തുടങ്ങില്ല, അങ്ങനെ തന്നെ പോകും. സ്ഥലം വാങ്ങിയിട്ടിട്ട് പതുക്കെ വീട് വെക്കാൻ നടന്നു. നിങ്ങളോട് എന്താ പറയാ ഇപ്പൊ ചോദിച്ചു പറഞ്ഞില്ലേ, അവിടെ എന്താ പറയാ എന്താ കയ്യിലുള്ളത് അതുകൊണ്ട് എന്താ കഴിയാച്ചാൽ അത് വരെ തുടങ്ങി വെക്കുക, അത് വരെ കഴിക്കുക, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് കഴിഞ്ഞോളും. അത് ഷുവറാണ്. നമ്മള് പൈസ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല, ലൈഫ് ലോങ് നടക്കില്ല. പൈസ ആയിട്ട് ചെയ്യാം, ഫുൾ പേയ്മെന്റ് ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്തവരാരും ഇല്ല. പിന്നെ ആവും അമ്മാന്റെ മക്കളും അല്ലെ പൈസ ഉള്ളവരും ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ളവരൊക്കെ അങ്ങനെ നടക്കും. അല്ലാണ്ട് സാധാരണക്കാരും മിഡിൽ ക്ലാസ് ഫാമിലി പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ നടക്കില്ല. നമുക്ക് പൈസ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പം നിങ്ങൾ ചെയ്യുക, ബാക്കി വേറൊരിടത്ത് വെച്ച് കാണാം. എത്ര വിളിച്ചാൽ അവരെ നിർത്തില്ല, അത്രേ ഉള്ളൂ. അത് വാടകയ്ക്ക് പോകണായിട്ട് ബെറ്റർ അല്ലേ. നമ്മൾ സ്വന്തം വീട്ടിൽ ഇപ്പോൾ ഒരു തറപ്പണി കഴിഞ്ഞാലും ഒരു ഷീറ്റ് കഴിഞ്ഞിട്ട് അതിൽ നിൽക്കുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. മീൻസ് അങ്ങനല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ വീടാണ്, അത്ര അങ്ങനെ ഒരു മൈൻഡ് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാട്ടെ ഞാൻ പറയാനത്. ഉണ്ടെങ്കിൽ വൈകാണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ ഒരു Q&A കൂടി ഇടാം. കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു Q&A കൂടി നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം അതിൽ ചോദിച്ചോളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ 3 പേരിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ചോദിക്കുക. അതുപോലെ ആരെക്കുറിച്ചൊക്കെ അറിയേണ്ടത് ആര്യക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അപ്പം അതിലൊക്കെ ചോദിക്കുക. ആര്യയുടെ കുറെ പേര് ലവ് മാരേജ് ആണോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആര്യയുടെ ചാനലിൽ ഇടാൻ ശ്രമിക്കുക.
ഞങ്ങള് 3 പേരിൽ ഒതുങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഞങ്ങൾ 3 പേരെ കുറിച്ച് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചോ, അതൊക്കെ പറയാം. മറ്റുള്ളവരെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് അവരുടേതായ പ്രൈവസികൾ ഉണ്ടായിരിക്കും. തേജുവിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അതിന്റെ സൗണ്ടാണ്. അപ്പൊ അങ്ങനെ പിന്നെ എനിക്കല്ലേ പിന്നെ ഇനി അടുത്ത Q&A എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. വീഡിയോസ് ഒക്കെ കണ്ട് ഫുൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.